3 ഇര. അപ്പം ഞാനിപ്പം പറയാൻ പോകുന്നത് വെച്ചാല്, നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു. അപ്പോൾ അവിടെ ഐസ്ക്രീം കാണുന്നു. നമ്മുടെ കുഞ്ഞ് ഐസ്ക്രീം വേണമെന്ന് പറയുന്നു. നമ്മൾ മേടിച്ചു കൊടുക്കുന്നു. പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ സ്നേഹത്തോടെ കോരി കൊടുക്കും അമ്മമാര്. ഇതെന്താണ് ഇതിനകത്ത് എന്നുള്ള അറിയണം നമ്മൾ. അതിനകത്ത് ഇപ്പൊ ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് കാണത്തില്ല. ആ കവർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നേ ഉള്ളൂ. ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. വാനിലയ്ക്ക് അത് വാനില കാണുകയില്ല. അതിന്റെ കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുള്ള ഫ്ലേവർ ആണ് സംഭവം വരുന്നത്. മാംഗോക്കകത്ത് മാംഗോ ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോ, കുഴപ്പമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തിനാ കൊടുക്കുന്നത്? അത് പച്ചയ്ക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞിന് നമ്മൾ വിഷം കൊടുക്കുന്ന പോലെയാണ്. ഒരു കമ്പനി ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുക, അത് നമ്മൾ യൂസ് ചെയ്യുന്ന യാതൊരു നിർബന്ധവും ഇല്ല. അവിടെ നമ്മൾ ഇരയാകുക ശരിക്കും പറഞ്ഞാൽ. വേറെ ഓപ്ഷൻ ഞാൻ പറയാം, ഫ്രഷ് ജ്യൂസ് മേടിച്ചു കൊടുക്ക്, കുഴപ്പമില്ല. അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങണം. അപ്പം ഒരു ബിസിനസ് ഒരാൾ ചെയ്യുമ്പം അവരുടെ പ്രോഡക്റ്റ് വിൽക്കാനാണ് നോക്കുന്നത്. നല്ല ഭംഗിയുള്ള കവറ് ഇതെല്ലാം വെച്ച് വിടും. പിള്ളേർക്ക് അറിയത്തില്ല, കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. അവർ അത് വേണം ഇത് വേണമെന്ന് പറയും. പരസ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മളാണ് മനസ്സിലാക്കേണ്ടത്, വേറെ ആരുമില്ല. നമ്മളാണ് ചേഞ്ച് ആകേണ്ടത്. നമ്മൾ ചേഞ്ച് ആയി കഴിയുമ്പോഴത്തേക്കും അവര് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് വേണേൽ കൊടുത്തോളും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഇത് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ആരോഗ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അവയർനെസ് കൂടുമ്പം നമ്മൾ അതിന് ഇരയായി തീരാതിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ ട്രാപ്പിൽ പെട്ടുപോകും. ഓക്കെ.